ഇന്നൊരു വളക്കാപ്പിൻ്റെ മേക്കപ്പ് ലുക്കുള്ളൊരു ഡേ ആയിരുന്നു. അഴീക്കോടായിരുന്നു കേട്ടോ വർക്ക്. അപ്പോൾ എന്താ പറയുക, ഒട്ടും മേക്കപ്പ് ചെയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും ഇന്നത്തെ മേക്കപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിക്കേണ്ട, അടിപൊളിയാക്കി തരാമെന്ന്. സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനും കൂടി എനിക്കിന്ന് പോകണം. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ പിരിഞ്ഞാലക്കുടയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ റിസപ്ഷന് ഞാനും ശീതളും കൂടിയിട്ടാണ് പോയത്. പിന്നെ പൊന്നൂസിനെ കൂടെ കൂട്ടി. പിന്നെ ചെറിയ ആളെ കൂടെ കൂട്ടിയില്ല കേട്ടോ, കാരണം അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണിയായിരിക്കും. അവൻ ചിലപ്പോൾ ഒതുങ്ങി നിന്നില്ലെങ്കിലോ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ശീതളും അതുപോലെ ശരണ്യയുടെ അമ്മയും കൂടിയിട്ടാണ്. ഞങ്ങൾ 3 പേരുടെ വീടും അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ശരണ്യ ഇന്ന് വന്നില്ല, അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും എന്താ പറയുക, ഞാൻ ഈ 11 കൊല്ലമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ആകെ 2 കൂട്ടുകാരന്മാരുടെ കല്യാണത്തിനാണ് ഞാൻ പോയിട്ടുള്ളൂ. കാരണം എന്തെങ്കിലും എനിക്കിവിടെ, ഞാൻ എൻ്റെ വീട് മുള്ളൂർക്കരയായി, കാരണം എനിക്ക് ഇത്ര ദൂരം ലോങ് ആയിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒഴിവ് കേടുകൾ വരാറുണ്ട് ആ ടൈമിൽ. അത് കാരണം പോകാൻ പറ്റാറില്ല. അപ്പോൾ ചെക്കനും പെണ്ണൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ അപ്പോഴേക്കും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങൾ, പിസ്സ, ബർഗർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഇതൊന്നും ഇഷ്ടമല്ല. പൊന്നൂസ് അങ്ങനെയൊന്നും കഴിച്ചില്ല. പൊന്നൂസ് ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ശരണ്യയുടെ അമ്മ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ സെബാസ്റ്റ്യൻ മാഷിനെ കണ്ടു കേട്ടോ. ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന മാഷാണ്. അപ്പോൾ ഈ ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ എന്നെ വന്ന് കൈ പിടിച്ചിട്ട് ഹലോ ശാരിയല്ലേ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അതേന്ന് പറഞ്ഞു എൻ്റെ ഫോളോവറാണെന്ന്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആയാലും ഇങ്ങോട്ട് പുറത്തേക്ക് പോകാച്ചാലും ഇപ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള ഫോളോവേഴ്സിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കുറേ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും കൈലാസ് എന്നെ മാരേജ് ഫംഗ്ഷൻ ക്ഷണിച്ചതിൽ ഒരുപാട് താങ്ക്സ്. എനിക്ക് എല്ലാവരും കാണാൻ പറ്റി. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ കയറിയത്. അപ്പോൾ ഇതാണ് കൈലാസും കൈലാസിൻ്റെ വൈഫും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.